പ്രിയ വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് സെൻ്ററുകളായ CCSIT, ക്യൂടെക്, MBA അതുപോലെയുള്ള മുഴുവൻ സെൽഫ് ഫിനാൻസിംഗ് സെൻ്ററുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. CCSIT സെൻ്ററുകളിൽ പഠിക്കുന്ന MCA, MSc, BSc വിദ്യാർത്ഥികളും ക്യൂടെക്കിൽ പഠിക്കുന്ന B.Ed വിദ്യാർത്ഥികളും MBAക്ക് പഠിക്കുന്നവരും തുടങ്ങി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള മുഴുവൻ സെൽഫ് ഫിനാൻസിംഗ് സെൻ്ററുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇനി മുതൽ എക്സാം ഫീ ഒഴികെയുള്ള എല്ലാ ഫീകളും അടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി പുതിയ ഒരു സംവിധാനം യൂണിവേഴ്സിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SBI കളക്ട് എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇനി മുതൽ ഫീ അടയ്ക്കേണ്ടത്. വെബ്സൈറ്റ് വഴി എങ്ങനെ ഫീ അടയ്ക്കാം എന്നതിൻ്റെ പൂർണ്ണ രൂപം ഞാനിവിടെ വീഡിയോയിലൂടെ കാണിക്കാം. ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വഴിയോ മൊബൈൽ വഴിയോ ഫീ അടയ്ക്കാവുന്നതാണ്. സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ എന്ന് എൻ്റർ ചെയ്ത് SBI കളക്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം വരുന്ന ലിങ്കുകളിൽ ആദ്യത്തേത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഉള്ളത് SBIയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള പേജിലാണ്. താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത് പ്രൊസീഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം വന്ന പേജിൽ സ്റ്റേറ്റ് എന്ന ഇടത്ത് കേരള എന്ന് ടൈപ്പ് ചെയ്യുക. താഴെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് കാണിച്ചു കൊടുത്ത് ഗോ എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ലിസ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് CCSIT എന്ന് ടൈപ്പ് ചെയ്താൽ CCSIT മഞ്ചേരി എന്നിവിടെ ലിസ്റ്റ് ചെയ്യും. അത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ SBI CCSIT മഞ്ചേരിക്ക് വേണ്ടി അനുവദിച്ച പേജിൽ എത്തിച്ചേർന്നു. ഇവിടെ നമ്മൾ സെലക്ട് പേയ്മെൻറ്റ് കാറ്റഗറി എന്നിടത്ത് പോയി ഫീസ് CCSIT മഞ്ചേരി എന്ന് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ ഒരു പേജിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ടൈപ്പ് ചെയ്യുക. കോഴ്സ് എന്നിടത്ത് MCA അല്ലെങ്കിൽ MSc എന്നോ അല്ലെങ്കിൽ MCAക്ക് പഠിക്കുന്നവരാണെങ്കിൽ MCA എന്നോ ടൈപ്പ് ചെയ്യുക. നെയിം, നിങ്ങളുടെ റെക്കോർഡിലുള്ള നെയിം അതുപോലെ എൻ്റർ ചെയ്യുക. അഡ്രസ്സ്, അതേപോലെ CAP ID ഓർ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുകയോ പുതുതായി ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ CAP ID എൻ്റർ ചെയ്യുകയോ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായും കൊടുക്കണം. ഇമെയിൽ ID ശ്രദ്ധാപൂർവം കൊടുക്കുക. സെമസ്റ്റർ, നിങ്ങൾ പഠിക്കുന്ന സെമസ്റ്റർ ഏതാണെന്ന് നോക്കി അത് ക്ലിക്ക് ചെയ്യുക. അഡ്മിഷൻ ഫീ, അഡ്മിഷൻ സമയത്ത് വാങ്ങുന്ന ഫീ ആണ്. ട്യൂഷൻ ഫീ, നിങ്ങളുടെ ഓരോ സെമ്മിലും വാങ്ങുന്ന ട്യൂഷൻ ഫീ. അതേപോലെ ഓഡ് സെമസ്റ്ററുകളിൽ വാങ്ങുന്ന സ്പെഷ്യൽ ഫീ, സ്പോർട്സ് ഫീ, യൂണിയൻ ഫീ അതുപോലെയുള്ള ഫീകൾ നിങ്ങളുടെ ഓഡ് സെമസ്റ്ററിൽ വാങ്ങുന്ന ഫീകളാണ്. അത് ശ്രദ്ധാപൂർവം അതാത് സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷന് രേഖപ്പെടുത്തിയിട്ടുള്ള ഫീ എൻ്റർ ചെയ്യുക. സാമ്പിളായിട്ട് കൊടുത്ത ഡാറ്റ അത് പഴയ ഡാറ്റയാണ്. അതേപോലെ കോഷൻ ഡെപ്പോസിറ്റ്, അഡ്മിഷൻ ഫീ തുടങ്ങിയ ഫീകൾ അഡ്മിഷൻ സമയത്ത് വാങ്ങുന്ന ഫീ ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. താഴത്ത് കാണുന്ന റിമാർക്സ് എന്ന ഈ ഒരു ബോക്സിൽ ഫീ അടയ്ക്കുന്ന സമയത്ത് അടയ്ക്കാൻ സാധിക്കാതെയോ മറ്റോ സംഭവിച്ചാൽ ലേറ്റായിട്ട് അടക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫൈനും ചേർത്ത് അടക്കുന്ന സമയത്ത് വിത്ത് ഫൈൻ എന്നിവിടെ കൊടുക്കാം. അതേസമയം താഴെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധാപൂർവം കൊടുക്കുക. ഈ ഇമേജ് ബോക്സിൽ കാണുന്ന ടെക്സ്റ്റ് അതുപോലെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഞാനിവിടെ ഒരു സാമ്പിൾ ഡാറ്റ എൻ്റർ ചെയ്ത് കാണിക്കും. ഞാനിവിടെ സാമ്പിൾ ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ കറക്റ്റ് ഡാറ്റ എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫീ വെരിഫൈ ചെയ്യുക. ഞാൻ ഇവിടെ കൊടുത്ത ഫീ സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്ത ഒരു ഫീ മാത്രമാണ്.
ഇത് യഥാർത്ഥ ഡാറ്റ അല്ല. താഴെ നിങ്ങൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ ഒന്നുകൂടെ കൊടുത്ത് ഉറപ്പുവരുത്തുക. ഇതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തിരുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഫീ അടച്ചിരുന്നത്. ഇപ്രാവശ്യം അതിൽ വന്ന മാറ്റമാണ്. ഇങ്ങനെ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ടൈപ്പ് ചെയ്ത് താഴെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ കോമ, സ്പെഷ്യൽ ക്യാരക്ടർ എന്നിവ കൊടുക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. താഴെ ഒന്ന് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്ന ഈ പേജിൽ നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഒന്നിച്ച് കാണിക്കുന്നു. നമ്മളത് ഒന്നും കൂടെ വെരിഫൈ ചെയ്ത് നമ്മൾ കൊടുത്ത ഫീകളെല്ലാം ചേർത്ത് ഇവിടെ ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നു. ഇത് നമ്മൾ ഉറപ്പുവരുത്തുക. ശേഷം നമ്മൾ കൺഫേം എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചേർന്നത് സ്റ്റേറ്റ് ബാങ്ക് കളക്ട് മൾട്ടി ഓപ്ഷൻ പേയ്മെൻറ്റ് സിസ്റ്റം എന്നൊരു പേജിലാണ്. ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് അടക്കാവുന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നെറ്റ് ബാങ്കിംഗ് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് ചാർജ് 11 രൂപ 80 പൈസ പിടിക്കപ്പെടും. അതുപോലെ മറ്റുള്ള ബാങ്ക് ആണെങ്കിൽ 17 രൂപ 70 പൈസയും. റൂപേ വഴി നിങ്ങൾക്ക് ക്യാഷ് അടക്കാം. അതേപോലെ ക്രെഡിറ്റ് കാർഡ് വഴി നിങ്ങൾക്ക് ക്യാഷ് അടക്കാം. അതിന് സർവീസ് ചാർജ് അധികമാണ്. അതുപോലെ പ്രീപെയ്ഡ് കാർഡ്, താഴെ UPI കാർഡ്, നെഫ്റ്റ് വഴി, SBI ബ്രാഞ്ച് വഴി, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലെല്ലാം നിങ്ങൾക്ക് ക്യാഷ് അടയ്ക്കാവുന്നതാണ്. ഏറ്റവും നല്ല രീതി, അതുപോലെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടും ഉള്ളതും പെട്ടെന്ന് ക്യാഷ് അടക്കാൻ പറ്റുന്നതുമായ രീതി UPI എന്ന രീതിയാണ്. ഇതിലാണെങ്കിൽ സർവീസ് ചാർജും ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മൊബൈൽ വഴിയോ അതേപോലെ നിങ്ങളുടെ ഗൂഗിൾ പേയ്മെൻറ്റ് വഴിയോ ഒക്കെ അടക്കാവുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുക്കുക. ഇതിൽ വരുന്ന പേജിൽ QR കോഡ് എന്ന് കാണും. ഈ ഒരു QR കോഡ് നമ്മൾ ഗൂഗിൾ പേയ്മെൻറ്റ് സിസ്റ്റമുള്ള എല്ലാവർക്കും നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പേയ്മെൻറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ മേലെ കാണുന്ന QR കോഡ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നേരിട്ട് നിങ്ങൾക്ക് ക്യാഷ് അടയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. 97 44 81 82 01 എന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇൻഫർമേഷൻ പാസ് ചെയ്തത് CSIT മഞ്ചേരിയുടെ അസോസിയേറ്റ് കോർഡിനേറ്റർ ഷക്കീൽ ജുമാൻ.